അപ്പോൾ ഉറപ്പായും ഒരു തർക്കം അക്കാര്യത്തിലില്ല. ടൂറിസം മേഖലയിലെ പുത്തൻ ചൂടുവെപ്പാണ്. കേരളത്തിൻ്റെ സ്വന്തം ജലവിമാനത്തിൻ്റെ ആദ്യ പരീക്ഷ പറക്കൽ. കൊച്ചിക്കായലിൽ നിന്ന് അത് പറന്നു പൊങ്ങി, അത് മാട്ടുപ്പെട്ടി ജല റിസർവോയറിലേക്ക് ലാൻഡ് ചെയ്തു. 6 മാസത്തിനകം സർവീസ് തുടങ്ങാനാണ് ആലോചന എന്നൊക്കെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ സ്വന്തം സീപ്ലെയിൻ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. സീപ്ലെയിൻ്റെ വാർത്തകളിലേക്ക്. കൊച്ചിയുടെ കായൽ പരപ്പിന് ഇത് ചരിത്ര നിമിഷം. ഫ്ളാഗ് ഓഫിന് പിന്നാലെ ബോൾഗാട്ടി കായലിൽ മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, പി രാജീവ്, വി ശിവൻകുട്ടി എന്നിവരുമായി വിമാനത്തിന്റെ പരീക്ഷണ പറക്കൽ. 10:25 ബോൾഗാട്ടി കായലിൽ നിന്ന് പറന്നുയർന്ന വിമാനം 11 മണിക്ക് മാട്ടുപ്പെട്ടി റിസർവോയറിൽ ലാൻഡ് ചെയ്തു. മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ജലവിമാനത്തിന് സ്വീകരണം നൽകി. മാട്ടുപ്പെട്ടിയിലെ ലാൻഡിംഗ് സുഗമമായിരുന്നുവെന്ന് പൈലറ്റ്. It's beautiful. This is very much like flying in Western Canada in the Rocky Mountains. It's pretty. Yeah, we came through the mountains and down the valley. Very nice. Thank you. റോഡ് മാർഗം യാത്ര ചെയ്യാതെ മൂന്നാറും പശ്ചിമഘട്ടവും ആസ്വദിച്ച് മാട്ടുപ്പെട്ടിയിലേക്ക് നേരിട്ട് പറന്നിറങ്ങാമെന്നത് വിദേശ വിനോദസഞ്ചാരികളെ ഇടുക്കിയിലേക്ക് ആകർഷിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സീപ്ലെയിൻ ടൂറിസത്തിന്റെ വികസനത്തിന് വേഗത കൂട്ടുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്ക വേണ്ടെന്നും മന്ത്രി. എല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഒരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെയായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക. ഇത് ഒന്നാമത് ഡാമുകളിലാണ് ഇത് മാക്സിമം നടപ്പിലാക്കുന്നത്. 2 മറ്റിടങ്ങളിൽ എവിടെയാണ് അവിടെയൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷമേ മുന്നോട്ട് പോകും. ഉൾനാടൻ മലയോര ജല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് വേഗത്തിൽ ബന്ധിപ്പിക്കുകയാണ് സീപ്ലെയിൻ പദ്ധതിയുടെ ലക്ഷ്യം. കരയിലും വെള്ളത്തിലും ഒരുപോലെ ഇറക്കാൻ കഴിയും. 17 പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാനാകും. സമീപ ഭാവിയിൽ തന്നെ സീപ്ലെയിനുകൾ അവതരിപ്പിക്കുക എന്ന വെല്ലുവിളിയാണ് ഇനി സർക്കാരിന് മുന്നിലുള്ളത്. കൊച്ചിയുടെ കായൽ പരപ്പിൽ നിന്ന് ജലവിമാനം പറന്നുയർന്നതോടെ ടൂറിസം രംഗത്തിന് കരുത്താർജിക്കുന്ന പദ്ധതിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ബോൾഗാട്ടിയിൽ നിന്ന് VS രാഹുലിനൊപ്പം നിതിൻ അംബുജൻ, 24.